എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരുപാട് മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാണ്ട് തലേ ദിവസം ഒന്നും അരച്ച് വെക്കാണ്ട് അരമണിക്കൂർ നല്ല കുട്ടി കുട്ടി വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് എത്ര പെട്ടെന്നാണ് എത്ര എണ്ണമാണ് ചുട്ടെടുക്കുകയെന്ന് പോലും നമുക്കറിയില്ല. അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് അരച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഒരുപാട് മുന്നൊരുക്കമൊന്നും വേണ്ട കേട്ടോ നമുക്ക് വെള്ളപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ അളവൊന്നും കറക്റ്റായിട്ടല്ല കേട്ടോ. ഞാൻ 1 കിലോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നതാ ഞാൻ ഒരു 3 തവി ആദ്യം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കുക. കുതിർത്തതിന് ശേഷം കഴുകി എടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ചില പച്ചരികളൊക്കെ പൊടിഞ്ഞു പോകുമല്ലോ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പച്ചരികളൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകിയിട്ട് കുതിർത്താൻ വെച്ചാൽ മതി. പിന്നെ ഒരു തവി ചെറിയ തേങ്ങയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് മതി. എന്നിട്ട് അരച്ചെടുത്തിട്ട് ഒരു കാസറോളിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കാസറോളിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ മാവ് പെട്ടെന്ന് പൊങ്ങാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ 2 തവി അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ 5 തവി അരിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ചിരട്ട തവിക്ക്. ബാക്കിയുള്ള തേങ്ങ ഒരു തവി ഉണ്ടാവും കേട്ടോ. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ചോറ് രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 അല്ല, 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോറി, 3 അല്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 3 ടേബിൾ സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ തവിക്ക് 3 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഈസ്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു സ്പൂണിന് 1/2 സ്പൂണ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ബാക്കിയുള്ളതും കാസറോളിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കറി റെഡിയാക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഞാനിതിലേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുക. എന്നാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു അപ്പം കിട്ടുന്നതാണ്. മാവൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇനി മൂടി വെക്കുകയാണ്. മൂടി വെച്ചിട്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് ചാറ് പോലെ ഉണ്ടാക്കാൻ കേട്ടോ, വെള്ളപ്പത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം മാത്രമേ ഞാനിതൊന്ന് മൂടി വെക്കുന്നുള്ളൂ. കാസറോള് നന്നായി കഴുകി തുടച്ചതിന് ശേഷം വേണം മാവ് വെച്ച് വെക്കാനായിട്ട് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് എടുത്ത് നോക്കിയിട്ടുണ്ട്. കുറച്ച് ഒന്ന് ഫെർമെൻറ്റേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു അപ്പം. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എണ്ണ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഒരു 2-3 സെക്കൻഡ് അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളപ്പം ഒരുപാട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനത്തെ തവി ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളപ്പച്ചട്ടി ചുട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ അതിലൊന്ന് ചുട്ടെടുത്ത് നോക്കിയതാണ്. നേരാകുമെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷേ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി വെള്ളപ്പം ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ കാസറോളിൽ മാവ് പൊങ്ങാൻ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കാസറോളിൽ നല്ല ചൂടുണ്ടാവുമല്ലോ, ചില കാസറോളിൽ ചിലപ്പോൾ ചൂടും ഉണ്ടാവില്ല. അപ്പോൾ നല്ല കാസറോളൊക്കെ എടുത്തിട്ട് അതിൽ മാവ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ടു 3/4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ മാവ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കുറേ മുന്നേക്കെ. തലേ ദിവസമൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊളിച്ച് മാവ് പുറത്തേക്ക് അത്രയ്ക്കും യൂസ്ഫുള്ളാണ് കാസറോൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.